ഹലോ, ഞാൻ ഭയങ്കര ഹാപ്പിയാണ് കേട്ടോ. എന്താ പറയലെന്ന് വെച്ചാൽ നമ്മളെ യൂട്യൂബിലത്തെ പൈസ എത്തിയിട്ടുണ്ട്. അപ്പോൾ പോയി എടുക്കാൻ വേണ്ടി പോവാം കേട്ടോ. അപ്പം വീഡിയോ കാണിക്കാം. അപ്പോൾ പോയിട്ട് വരാം കേട്ടോ. ഹലോ ഗേസ്, അസ്സലാമു അലൈക്കും. എന്തൊക്കെ വർത്താനം? എല്ലാവർക്കും സുഖമെന്ന് വിചാരിക്കുന്നു. അപ്പോൾ തന്നെ ഭയങ്കര ഹാപ്പി, ഭയങ്കര സന്തോഷത്തിലുള്ള ദിവസമാണ് കേട്ടോ. എന്താ പറയലെന്ന് വെച്ചാൽ നമ്മളുണ്ടല്ലോ, ഇന്ന് റിയാക്ഷൻ വീഡിയോ ഒന്നല്ല കേട്ടോ, അല്ലെന്ന് നമ്മൾ സ്വന്തമായിട്ടുള്ളൊരു വീഡിയോ ആണ്. എന്താ പറയലെന്ന് വെച്ചാൽ നമ്മൾ യൂട്യൂബിൽ നിന്ന് സാലറി കിട്ടിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അത് കിട്ടുമ്പോണ്ടല്ലോ ഭയങ്കര ഹാപ്പിയാണ് കേട്ടോ. അങ്ങനെ ATM പോയി എടുക്കുമ്പോൾ ഭയങ്കര സന്തോഷമാണ് കേട്ടോ. നമ്മൾ ഇത്രയും കഷ്ടപ്പെട്ട് കിട്ടി നമ്മൾ സ്വന്തമായിട്ട് സമ്പാദിച്ച് കിട്ടുക എന്ന് പറയുമ്പോൾ ഒരു ഭയങ്കര ഹാപ്പി തന്നെയാണ് കേട്ടോ. അപ്പോൾ എനിക്ക് പറയില്ല എന്താണെന്ന് വെച്ചാൽ, ഞാൻ ഒരുപാട് ആൾക്കാർ യൂട്യൂബിലുണ്ട് തുടങ്ങിയെന്നൊക്കെ അറിഞ്ഞപ്പോൾ ഫസ്റ്റ് തന്നെ ഒരുപാട് ആൾക്കാർ പറഞ്ഞു കേട്ടോ, അത് എത്രത്തോളം ഉണ്ടാവും, അതിൻ്റെ അതൊക്കെ കുറച്ച് ഇതേ ഉള്ളൂ, അതങ്ങനെയാണ് ഇങ്ങനെ എന്തുകൊണ്ട് കാര്യം എന്തെങ്കിലും അതിലുണ്ട് കിട്ടുന്നുണ്ടോ, അങ്ങനെ ഉണ്ടോ, വെറുതെ കൂടെ എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിന് കേട്ടോ. അതിനെ കൂടെ ഒന്നും കഴിയൂല, കൂടുതൽ സംസാരിക്കും, കൂടുതൽ ചെയ്യാതെ അതിലൊക്കെ നല്ല ആക്റ്റീവായി നിൽക്കണം എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിന് കേട്ടോ. അപ്പോൾ എന്തായാലും നമുക്കും യൂട്യൂബിൽ നിന്ന് ഏണിങ്സ് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഇത് ഞാൻ വിചാരിച്ചു കിട്ടലുണ്ടോ എന്നൊക്കെ ചോദിക്കട്ടെ, യൂട്യൂബിൽ നിന്ന് എന്തെങ്കിലും കിട്ടലുണ്ടോ, ഇങ്ങനെ വീഡിയോസ് ഇട്ടിട്ടെന്നൊക്കെ ചോദിച്ചിട്ടുണ്ടെങ്കിലും. അപ്പോൾ കിട്ടലുണ്ടെന്ന് പറയുമ്പോൾ അവർക്ക് അത്ര വിശ്വാസമില്ല കേട്ടോ. അപ്പോൾ ഞാൻ വിചാരിച്ച് ഇപ്രാവശ്യം വീഡിയോസ് എടുത്ത് തന്നെ കാണിക്കാമെന്നില്ല കേട്ടോ. അപ്പോൾ അങ്ങനെ വിചാരിച്ച് പിന്നെ എനിക്ക് പറയാമല്ലോ എന്താണെന്ന് വെച്ചാൽ, എല്ലാവർക്കും പറ്റും കേട്ടോ. അങ്ങനെ യൂട്യൂബിൽ വീഡിയോസും കാര്യങ്ങളൊക്കെ ഇട്ടിട്ട് ഏണിങ്സ് ഉണ്ടാക്കാൻ. നമ്മൾ വീട്ടമ്മമാരുണ്ടല്ലോ, പുറത്ത് പോകാൻ കഴിയില്ല, കുഞ്ഞുങ്ങളെ നോക്കണം, ഹസ്ബൻഡിനെ, വീട്ടുകാർ, വീട്ടു ജോലി, എല്ലാ ജോലിയും കഴിഞ്ഞിട്ട് എപ്പോഴും അതിനൊക്കെ സമയം, നമ്മൾ വീട്ടിൽ ജോലിക്കൊക്കെ പോകാനൊക്കെ സമയം കണ്ടെത്തി ഒക്കെ അങ്ങനെ പോകുന്നവരൊക്കെ ഉണ്ട് കേട്ടോ. അപ്പോൾ അതിൻ്റെ ഒരു ആവശ്യമൊന്നുമില്ല, നമ്മൾ വീട്ടിലിരുന്നിട്ട് തന്നെ നമുക്ക് ഏണിങ്സും കാര്യങ്ങളും സമ്പാദിക്കാം. യൂട്യൂബും ഫേസ്ബുക്ക്, ഇൻസ്റ്റാഗ്രാം ഇതൊക്കെ കാര്യങ്ങളിലൊക്കെ നിന്നിട്ട് ആക്റ്റീവ് ആയാണ്ട്. അപ്പോൾ ഞാനങ്ങനെ വീഡിയോസ് ഫസ്റ്റൊക്കെ ഇട്ടപ്പോൾ എല്ലാവരും പറഞ്ഞിട്ടുണ്ടായിരുന്നു കൂടുതൽ സംസാരിക്കാത്ത. അത് പൊതുവേ സംസാരം കുറവായിട്ടോ, ആളുകളായിട്ട് മിണ്ടലും മറിച്ചിലും അങ്ങനത്തെ ആളുകളൊക്കെ കുറച്ച് കുറവാണ്. അതിന് പുറത്തൊന്നും ഇറങ്ങലുണ്ടായില്ല, മടിയൊക്കെ പിടിച്ച് അങ്ങനെയൊക്കെയാണ് കേട്ടോ. അപ്പോൾ എല്ലാം കാര്യം ചെയ്യാൻ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. എന്ത് കാര്യം ചെയ്യാനും അങ്ങനത്തെ ഒന്ന് ചെയ്തു നോക്കാനൊക്കെ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. അപ്പോൾ ഞാൻ വിചാരിച്ച് അങ്ങനെ യൂട്യൂബ് അങ്ങനെ തുടങ്ങി. അപ്പോൾ തുടങ്ങിയപ്പോൾ ഈ കൂടുതൽ സംസാരിക്കാത്ത ആളാണ്. അപ്പോൾ യൂട്യൂബിലൊക്കെ എല്ലാം ആക്റ്റീവ് ആവണം എന്നൊക്കെ സംസാരിക്കുകയൊക്കെ ചെയ്യുന്ന ആൾക്കാർ അങ്ങനെയൊക്കെ ആക്റ്റീവായി നിൽക്കുമ്പോഴാണ് കിട്ടുക എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ. അതും അങ്ങനെയാണ് ഞാൻ പൊതുവെ, അതുകൊണ്ടാണ് അങ്ങനെ പറഞ്ഞത്. പക്ഷേ ഹസ്ബൻഡും മക്കളൊക്കെ നല്ല സപ്പോർട്ടാണ് കേട്ടോ, എല്ലാത്തിനും നല്ല സപ്പോർട്ടാണ്. അപ്പോൾ എനിക്ക് തുടരാനും ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ യൂട്യൂബും കാര്യങ്ങളൊക്കെ. അപ്പോൾ ഞാൻ അങ്ങനെയാണ് യൂട്യൂബൊക്കെ തുടങ്ങിയിട്ടുള്ളത്. പിന്നെ ഞാൻ കൂടുതൽ പറയുന്നില്ല കേട്ടോ യൂട്യൂബ് തുടങ്ങാനുള്ള കാരണം. അതേമാതിരി എനിക്ക് എത്ര ചാനലുണ്ട്, അത് എത്ര കിട്ടുന്നുണ്ട് എന്നൊക്കെ ഞാൻ അടുത്ത വീഡിയോയിലാണ് പറയുന്നത്. അപ്പോൾ ഇതിൽ കിട്ടിയ സന്തോഷത്തിൽ നമ്മൾ കുറച്ച് കാര്യങ്ങൾ പറയാമെന്നുള്ളൂ കേട്ടോ. പിന്നെന്താ പറയലെന്ന് വെച്ചാൽ, നമ്മൾ വീട്ടമ്മമാർക്ക് എന്തായാലും എനിക്ക് പറ്റുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്തായാലും പറ്റും കേട്ടോ. അപ്പോൾ എല്ലാവരും ശ്രമിച്ച് നോക്കുക, യൂട്യൂബിലൊരു ചാനൽ തുടങ്ങുക. നമ്മളെന്താ കുക്കിംഗ് ചെയ്യണേ അത് ഇട്ടാലും മതി, അതൊന്ന് എഡിറ്റ് ചെയ്ത് വോയിസ് കൊടുത്ത് ക്ലിയറാക്കി അങ്ങനെ ഇടുക. അതേമാതിരിക്ക് നമ്മളെ പുറത്ത് പോകുന്ന വീഡിയോസ് അങ്ങനെ ഇടുക, അങ്ങനെ ഒക്കെ ഇടുക കേട്ടോ. അപ്പോൾ ഞാൻ ഫസ്റ്റ് ചാനൽ തുടങ്ങിയപ്പോൾ തന്നെ ഇട്ടിട്ടുണ്ടായിരുന്നത് കുക്കിംഗ് വീഡിയോ, അതേമാതിരിക്ക് തന്നെ നമ്മൾ വീട്ടിലെ കാര്യങ്ങളൊക്കെ നടക്കുന്നതൊക്കെ ഇട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ. പിന്നെ രണ്ടാമത്തെ ചാനൽ തുടങ്ങിയതാണ്
പിന്നെ റിയാക്ഷൻ വീഡിയോയും കാര്യങ്ങളൊക്കെ തുടങ്ങി ഇട്ടിട്ടുണ്ടായിരുന്നത്. അപ്പോൾ നമ്മളൊരു വീഡിയോസ് എടുക്കുമ്പോൾ അതിൻ്റെ ഒരു നെഗറ്റീവും പോസിറ്റീവും ഒക്കെ പറഞ്ഞിട്ടില്ല അങ്ങനത്തെ വീഡിയോസാണ് ഇട്ടിട്ടുണ്ടായിന് കേട്ടോ. അപ്പോൾ ഞാൻ ഫസ്റ്റ് തുടങ്ങിയപ്പോൾ ഈ ചാനലിൽ എന്താ സംഭവിച്ചത്, ചാനലിൽ ഏണിങ്സ് കയറുന്നുണ്ടോ അത് രണ്ടൊന്നും കിട്ടുന്നുണ്ടോ എന്നൊക്കെ ഉള്ളത് ഞാൻ അടുത്തിൽ പറയുന്നുണ്ട്. ഇപ്പോൾ ഞാൻ പറയുന്നത് എന്താണെന്ന് വെച്ചാൽ നമ്മൾ പുതിയ ചാനലിലാണ് എനിക്ക് ഏണിങ്സ് വന്നിട്ടുള്ളത്. അത് ചാനലുണ്ടല്ലോ പൂയിനാസ് കെ വേൾഡ് എന്നാണ് കേട്ടോ ചാനലിൻ്റെ പേര്. അപ്പോൾ ചാനൽ നമ്മൾ പിന്നെ തുടങ്ങി ഒരു രണ്ടാഴ്ച കൊണ്ട് തന്നെ പിന്നെ നമ്മൾക്ക് മോണിറ്റേഷനും കാര്യങ്ങളായിട്ടുണ്ടായിരുന്നു. ഒരു 10-15 ദിവസം ആയപ്പോൾ തന്നെ $100 ആയിട്ടുണ്ടായി കേട്ടോ. അപ്പോൾ എനിക്ക് ലക്ഷങ്ങൾ വ്യൂസാണ് ഫസ്റ്റൊക്കെ വന്നിട്ടുണ്ടായിരുന്നത്. അങ്ങനെ 15 ദിവസം കൊണ്ട് തന്നെ $100 സെറ്റായി വന്നിട്ടുണ്ടായിരുന്നു. പിന്നെ ഐ ഡി വെരിഫിക്കേഷൻ കാര്യങ്ങളൊക്കെ കൊടുക്കുന്നതിൽ കുറഞ്ഞൊരു മിസ്റ്റേക്ക് വന്നപ്പോൾ കുറച്ച് നമ്മളെ ഡോളർ കയറാനും ഇതിനൊക്കെ കുറച്ച് ബുദ്ധിമുട്ടും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ കേട്ടോ. പക്ഷെ ആ ഡോളർ ഇനി നമ്മൾ കയ്യിൽ കിട്ടിയിട്ടില്ല. പക്ഷേ അത് യൂട്യൂബിലുണ്ട്, ചാനലിലുണ്ട് കേട്ടോ. ഡോളർ പോകുന്നില്ല, കിട്ടും. പക്ഷേ ഞാൻ ഈ മാസം അത് കൂട്ടി കിട്ടുമെന്ന് വിചാരിച്ചിട്ടോ. പക്ഷെ അത് ഈ മാസം കിട്ടിയിട്ടില്ല. അടുത്ത മാസം ഇൻഷാല്ലാ കിട്ടുമെന്ന് വിചാരിക്കുന്നുണ്ട് കേട്ടോ. നമ്മൾ പറയുമ്പോൾ അങ്ങനെ ഒരു സന്തോഷം കൊണ്ടാണ് കേട്ടോ. നമ്മളെന്ത് പറഞ്ഞപ്പോഴൊരു വാക്കൊന്നും ശരിക്കും കിട്ടാത്തത്. ഭയങ്കര ഹാപ്പി എന്ന് വെച്ചാൽ ഭയങ്കര ഹാപ്പിയാണ് കേട്ടോ. നമ്മളിങ്ങനെ പിന്നെ ഏണിങ്സ് ഇങ്ങനെ കിട്ടി നമ്മൾ ATM പോയൊക്കെ എടുത്ത് നമ്മൾ അതിന് ഓരോ കാര്യങ്ങളൊക്കെ ചെയ്യുമ്പോൾ ഭയങ്കര ഹാപ്പിയാണ്. അതേമാതിരിക്ക് തന്നെ ഒരു മാസം ഒരു 10,000 രൂപ വെച്ച് കിട്ടിയാൽ മതി കേട്ടോ. മാസം കിട്ടിയില്ലെങ്കിൽ ഒരു 2 മാസം കൂടുമ്പോഴേലും 10,000 വെച്ച് കിട്ടിയാലും നമ്മൾ ഭയങ്കര ഹാപ്പിയാണ് കേട്ടോ. അപ്പോൾ എനിക്ക് എത്ര കിട്ടിയത് എന്താണെന്നുള്ളത് ഞാൻ പറയാം. അപ്പോൾ ഞാൻ പറഞ്ഞുകൊണ്ടിരുന്നത് എന്താണെന്ന് വെച്ചാൽ എല്ലാ വീട്ടമ്മമാർക്കും പിന്നെ കുട്ടികളെ മക്കളൊക്കെ വെച്ചിട്ട് വീട്ടു ജോലിയൊക്കെ കഴിഞ്ഞിട്ട് ജോലിക്ക് പോകാൻ പറ്റാത്തവർക്ക് ഇത് തുടങ്ങാൻ പിന്നെ യൂട്യൂബൊക്കെ തുടങ്ങി ഏണിങ്സ് ഉണ്ടാക്കട്ടോ. അപ്പോൾ അതാ എനിക്ക് കിട്ടിയ എത്ര എന്താണെന്നുള്ളത് പറയാം. അപ്പോൾ എനിക്ക് കിട്ടിയിട്ടുള്ളത് $100 ആയാലാണ് നമ്മളെ ചാനലിൽ അക്കൗണ്ടിലേക്ക് പിന്നെ പൈസ കയറുക കേട്ടോ. പിന്നെ മിനിമം $100 വേണം. നമ്മൾ ആദ്യം 1000 സബ്സ്ക്രൈബും 4000 വാച്ച് ടൈമും ആയാലും മോണിറ്റേഷനാവും. മോണിറ്റേഷൻ ആയിട്ടുണ്ടെങ്കിൽ അതിൻ്റെ വെരിഫിക്കേഷൻ കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ടെങ്കിൽ കാശ് ഇതൊക്കെ നമ്മളെ പിന്നെ യൂട്യൂബിലേക്ക് കയറിയിട്ട് യൂട്യൂബിൽ നിന്ന് നമ്മളെ പിന്നെ അതിൽ കയറിയിട്ട് പിന്നെ നമ്മൾ പിന്നെ $100 അതിന് ശേഷം നമ്മളെ അക്കൗണ്ടിലേക്ക് കയറിയിരിക്കും. എല്ലാ മാസം 21 തൊട്ട് 26 ഉള്ളിലായിട്ടാണ് പിന്നെ കയറി കേട്ടോ. ഇനി 2 മാസം എന്നോ $100 ആവുന്നത് ആ സമയത്താണ് അപ്പോൾ പിന്നെ നമ്മളെ അക്കൗണ്ടിലേക്ക് പൈസ കയറുക. അപ്പോൾ ഞാൻ അങ്ങനെയാണ് കേട്ടോ. അപ്പോൾ ഞാൻ വിചാരിച്ച് എല്ലാവരും ചോദിക്കും യൂട്യൂബിൽ നിന്ന് ഏണിങ്സ് കിട്ടലുണ്ടോ, കാശ് കിട്ടലുണ്ടോ, എന്തിനാ ഇത്ര മെനക്കിടുന്നത് കഴിയൂല എന്നൊക്കെ പറഞ്ഞാൽ കുറേ ആൾക്കാരുണ്ട് കേട്ടോ. നമ്മളെ തളർത്താൻ നോക്കിയാൽ കുറേ ഉണ്ട്. പക്ഷേ നമ്മൾ വീഡിയോസ് ഇതും കാണുന്നത് നമ്മൾ ബാക്കിയില്ലോ കുടുംബക്കാരോ വേറെല്ലോ അറിയില്ല പുറമെല്ലോ ആയിരിക്കും കേട്ടോ. അവർക്കായിരിക്കും നമ്മളിത് വീഡിയോസ് കാര്യങ്ങളൊക്കെ കാണാനും ഇതിനൊക്കെ ഇഷ്ടം കേട്ടോ. കാണുകയൊക്കെ ചെയ്യുക. നമ്മൾ പിന്നെ കുടുംബക്കാരെ മറ്റു കുറച്ച് കാണുന്നവരും ഉണ്ടാവും. പക്ഷേ ചിലവർക്ക് ഇപ്പം എന്തിനാ അപ്പം അങ്ങനെ കിട്ടി അങ്ങനെയൊക്കെ ചിന്തിക്കണവരും ഉണ്ടാവും കേട്ടോ. എല്ലാവരും ഇല്ലേ പറയുന്നത്. അപ്പോൾ എന്തായാലും അങ്ങനെ എല്ലാവരും ഉണ്ടാവും. പക്ഷേ കൂടുതലായിട്ട് കാണുന്നത് നമ്മൾ പിന്നെ വിട്ട് ദൂരമില്ല ആൾക്കാർ നമ്മൾ അറിയാത്തവരൊക്കെ ആയിരിക്കും കേട്ടോ. അപ്പോൾ എന്തായാലും $100 ആയിട്ടുണ്ട്. $100 ആദ്യം ആയിട്ടുണ്ടായിരുന്നു. അതിന് ഏണിങ്സ് കിട്ടിയിട്ടുണ്ടായിരുന്നു. അങ്ങനെ കയറി ഇതായിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിന് വെരിഫിക്കേഷൻ ചെയ്തതിൽ ഒരു മിസ്റ്റേക്ക് വന്നതാണ്. $100 അതിനൊക്കെ എടുക്കുന്നുണ്ട് കേട്ടോ. അത് ഇൻഷാല്ലാ അടുത്ത മാസം കിട്ടുമെന്ന് വിചാരിക്കുന്നത്. പിന്നെ $100 കഷണം വന്നിട്ടുള്ളത്. അപ്പോൾ അത് എത്രയാണെന്ന് വെച്ചാൽ എനിക്ക് കിട്ടിയിട്ടുള്ളത് ഇതാണ്. നമ്മൾ ATM പോയി എടുത്തതാണ് കേട്ടോ കാശ്. അത്രയും കാശാണ് കിട്ടിയിട്ടുള്ളത്. ഇത് എത്രയാണെന്ന് വെച്ചാൽ 10-11 ഇടയിലാണ് കേട്ടോ. കറക്റ്റ് പറയുന്നില്ല. 10-11 അതിൻ്റെ ഇടയിൽ ഇപ്പോൾ എത്രയെന്നുള്ളത് മനസ്സിലാവുമല്ലോ. അപ്പോൾ 10,000 ചില്ലാനം രൂപയാണ് എനിക്ക് കിട്ടിയിട്ടുള്ളത്. $100 കാശ് കേട്ടോ. അതുകൊണ്ട് ഒരു ലേസം കൂടെ ഏറെ ഉണ്ടായിരുന്നു. അപ്പോൾ $100 അറിയുമ്പോൾ ഒരു 10ൻ്റെ അടുത്ത് 9 ജില്ല 10ൻ്റെ അടുത്തൊക്കെ ഉണ്ടാവും കേട്ടോ. എങ്ങനെ കറക്റ്റ് എനിക്കറിയില്ല. എനിക്ക് $100 ലേശം കൂടെ ഉണ്ടായിരുന്നു. അപ്പോൾ അതിനാണ് 11ൻ്റെ അടുത്ത് കിട്ടിയിട്ടുള്ളത്. അപ്പോൾ അത് അത്രയാണ് കേട്ടോ. ഈ 11, 10, 5 ഒന്നും വേണ്ട. ഒരു 1000 രൂപ നമ്മൾ ഏണിങ്സ് നമ്മൾ കഷ്ടപ്പെട്ട് കിട്ടുകയെന്ന് പറയുമ്പോൾ ഭയങ്കര ഹാപ്പി തന്നെയാണ് കേട്ടോ. അപ്പോൾ അതേമാതിരിക്ക് തന്നെ എല്ലാ മാസം ഒരു 10 കാലാണ് $100 തന്നെയാലും പിന്നെ കാശ് നമ്മളൊക്കെ കൊണ്ട് കയറുള്ളൂ. അതോളം നമ്മൾ വെയിറ്റ് ചെയ്യണം കേട്ടോ. ചിലപ്പോൾ ഒരു മാസം കൊണ്ട് കയറും. ചിലപ്പോൾ ഒരു വീഡിയോ ഇട്ടാൽ തന്നെ ഫേമസ് ആയിട്ടുണ്ടെങ്കിൽ ആ വീഡിയോക്ക് തന്നെ $100 ആവും. അങ്ങനെയൊക്കെ ആവും കേട്ടോ. എപ്പോഴാണ് പ്രതീക്ഷിക്കാത്ത എത്ര ആവും എന്താ തീരെ കിട്ടാത്ത സമയം ഉണ്ടാവും. മാസങ്ങൾ കിട്ടാത്ത മാസങ്ങളൊക്കെ ഉണ്ടാവും കേട്ടോ. എന്നാലും നമ്മളെ പണി തിരക്കിൻ്റെ ഇടയിലും ഇതൊക്കെ നമ്മൾ വീഡിയോസ് ഇടാനും കാര്യങ്ങളൊക്കെ തുടർന്നുകൊണ്ടിരിക്കുക. ഷോർട്ടായിട്ടും വീഡിയോ ആയിട്ടും ഒക്കെ തുടർന്നുകൊണ്ടിരിക്കുക കേട്ടോ. ഞാൻ ഈ പണിൻ്റെ ജോലി തിരക്കിൻ്റെ ഇടയിലൊക്കെ കയറിയിട്ട് തന്നെ നോക്കി
നോക്കിയിട്ട് തന്നെയാണ് നമ്മൾ വീഡിയോസും കാര്യങ്ങളൊക്കെ ഇടുന്നത്. ഇപ്പോൾ റീച്ച് കുറവാണ്, അത് ചാനലിനെന്തോ ഒരു യൂട്യൂബിന് എന്തോ ഇത് തന്നിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഇപ്പോൾ റീച്ച് കുറവായിട്ടോ. ആദ്യമൊക്കെ നല്ല ലക്ഷക്കണക്കിന് വ്യൂസ് ഉണ്ടായിരുന്നു, അപ്പോൾ കുറച്ച് കുറവ് തന്നെയാണ്. അത് നല്ല നികത്തി സെറ്റാക്കി വരണം എന്നുണ്ട് ആഗ്രഹം ഉണ്ട് കേട്ടോ. നമ്മൾ കാശും കൂടെ കയറി നാകുമ്പോൾ നമ്മൾ ഒന്നുകൂടി ഉഷാറായി ഒന്ന് ചെയ്ത് നോക്കാൻ തോന്നും കേട്ടോ. നമ്മൾ സമയപരിധി അനുസരിച്ച് നമ്മൾ വീഡിയോസ് ഇനിയും സെറ്റാക്കി ഇടണം തന്നെയാണ് പിന്നെ കരുതണം കേട്ടോ. അപ്പോൾ ഞാൻ പറഞ്ഞിട്ടുണ്ട് എന്താണെന്ന് വെച്ചാൽ ഞാൻ കൂടുതൽ സംസാരിക്കും ആളുമായിട്ട്, അധികം ഇടപഴകും ഇതും ചെയ്യാത്ത ഒരാളായിട്ട് പോലും എന്നെ കൊണ്ട് ഇത് കഴിയുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങളെ കൊണ്ടും കഴിയട്ടോ. നമുക്ക് തീർച്ചയായിട്ടും വീഡിയോസ് ഇട്ട് ഉണ്ടാക്കല്ലതേ ഉള്ളൂ. കുറച്ച് കഷ്ടപ്പെടേണ്ടി വരും, എഡിറ്റ് ചെയ്യണം, വോയിസ് കൊടുക്കണം, അപ്ലോഡ് ചെയ്യണം, ശരിയാക്കണം, അങ്ങനെയൊക്കെ ഉണ്ട് കേട്ടോ. അപ്പോൾ ചിലപ്പോൾ അതിൽ വേഡ് കമൻറ്റ് കേൾക്കേണ്ടി വരും, നല്ല കമൻറ്റ് കേൾക്കേണ്ടി വരും, അങ്ങനെയൊക്കെ ഉണ്ടാവും കേട്ടോ. അങ്ങനെയൊക്കെ തന്നെ കഷ്ടപ്പെട്ടാൽ തന്നെ കിട്ടുള്ളൂ. പിന്നെന്താ പറയുകയെന്ന് വെച്ചാൽ ലൈവ് ഇടണമെന്ന് വിചാരിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ എല്ലാവരും ഒന്ന് ലൈവിലും കൂടെ ലൈവ് ഇട്ട് അങ്ങനെ ലൈവ് ഇടും കൂടെ ചെയ്യണമെന്ന് ഞാൻ വിചാരിക്കുന്നുണ്ട്. ലൈവ് ഞാൻ ഇതുവരെ ഒരു ലൈവിലേ ഞാൻ വന്നിട്ടുള്ളൂ. അപ്പോൾ ലൈവും കൂടെ ഇടണമെന്ന് വിചാരിക്കുന്നുണ്ട് കേട്ടോ. പെട്ടെന്ന് തന്നെ $100 ആയാലല്ലേ നമുക്ക് കാശ് കിട്ടുള്ളൂ. അപ്പോൾ അതൊക്കെയാണ്. അതായത് നമ്മൾ മോശം വീഡിയോസും കാര്യങ്ങളൊക്കെ ഇട്ടിട്ട് അങ്ങനെ ഒന്നും ഉണ്ടാക്കാനുള്ള ശ്രമമൊന്നും ഇല്ല കേട്ടോ. അങ്ങനെ ഉണ്ടാക്കുന്നവർ കുറേ ഉണ്ട്. അങ്ങനെ ഉണ്ടാക്കുന്ന വെച്ചാൽ ഓരോരുത്തർക്കും ഓരോതാണല്ലോ. അതിനങ്ങനെ വീഡിയോസ് ഓരോരുത്തർ കുക്കിംഗ് വീഡിയോ, റിയാക്ഷൻ വീഡിയോ, അതേമാതിരിക്ക് തന്നെ വീട്ടിൽ വ്ളോഗ് കാര്യങ്ങൾ അങ്ങനത്തെ പല കണ്ടന്റ് ആയിരിക്കും ഓരോരുത്തർക്കും ഉണ്ടാവുക. അങ്ങനെ ഇടുന്നവരും ഉണ്ട് കേട്ടോ. അപ്പം എന്തായാലും പറഞ്ഞിട്ടുണ്ടെന്ന് വെച്ചാൽ ഞാൻ ATM-ലൊക്കെ പോയിട്ട് കാശിന് കുറച്ച് അത്യാവശ്യം ഉണ്ടെങ്കിൽ അപ്പോൾ ATM പോയിട്ട് അങ്ങനെ കാശൊക്കെ എടുത്ത് വന്നിട്ടേ ഉള്ളൂ. അപ്പോൾ നിങ്ങൾക്ക് വീഡിയോ കൂടി ഇട്ടിട്ട് കാണിച്ചു തരാമെന്ന് വിചാരിച്ചിട്ടോ. അപ്പോൾ വീഡിയോ ചാനലിന് യൂട്യൂബിൽ നിന്ന് ക്യാഷ് ഇട്ടുണ്ട് എന്ന് പറഞ്ഞിട്ട് ആർക്കും അത്ര വിശ്വാസം ഉണ്ടായിട്ടുണ്ടായില്ല. അപ്പോൾ ഞാൻ വിചാരിച്ചു ഇപ്രാവശ്യം വീഡിയോസ് എടുത്തിട്ട് തന്നെ കാണിക്കാമെന്നില്ല കേട്ടോ. ATM പോയത് പോയ ഇതൊക്കെയാണ് പോയ വീഡിയോസൊക്കെ എടുത്തിട്ടുണ്ട്. അങ്ങോട്ടാണ് കേട്ടോ എനിക്ക് കിട്ടിയത് 10-11 ഉള്ളിലുള്ളതാണ്. അപ്പോൾ അത്രയും ക്യാഷാണ് കിട്ടിയിട്ടുള്ളത്. അപ്പോൾ ഇനി 10 തന്നെ ആണെന്നൊന്നുമില്ല, പിന്നെ $100 അതിൻ്റെ അപ്പുറമൊക്കെ ആയിട്ടുണ്ടെങ്കിൽ കൂടുതൽ കാശ് കിട്ടും. ലക്ഷക്കണക്കിന് പിന്നെ ക്യാഷ് ഒന്നും കിട്ടണമല്ലോ കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ എല്ലാവരും വിചാരിക്കുക ഇതിൽ ഈ 10,000 രൂപക്കാണോ ഈ അങ്ങനെ ആയത്, ഇങ്ങനെ വീഡിയോ ഇട്ട് അങ്ങനെ എന്നൊക്കെ തോന്നുന്ന പോലും ഉണ്ടാവും കേട്ടോ. പക്ഷെ എനിക്കിത് 10 അല്ല, 1000 രൂപ എനിക്കത് 50,000-ൻ്റെ 1,00,000-ൻ്റെ മീനിങ് കേട്ടോ. ഈ 10,000 രൂപ അത്രക്കും ഹാപ്പിയാണ് ഈ പിന്നെ ഇത് കിട്ടിയിൽ. അപ്പോൾ ഞാൻ അടുത്ത വീഡിയോയിലുണ്ടല്ലോ ഫസ്റ്റ് ചാനലിന് എന്താ പറ്റിയത്, എന്താ സെക്കൻഡ് ചാനൽ തുടങ്ങാനുള്ള കാരണം എന്താ, യൂട്യൂബ് തുടങ്ങാനുള്ള എന്താ ഇങ്ങനെ തുടങ്ങിയത്, എന്തുകൊണ്ടാണ് ഇങ്ങനെ തുടങ്ങാനുള്ള കാരണം എന്നൊക്കെ ഉള്ളത് അടുത്ത വീഡിയോയിൽ ഞാൻ പറയേണ്ടി കേട്ടോ. അപ്പോൾ അത് അത്രയേ ഉള്ളൂ. അടുത്ത വീഡിയോ ജോലി നമ്മൾ പിന്നെ വീട്ടു ജോലിയും കാര്യങ്ങളൊക്കെ ചെയ്ത് നമ്മൾ അങ്ങനെയൊക്കെയല്ലേ ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് ഉണ്ടല്ലോ ഹസ്ബൻഡ് എന്തെങ്കിലും ഒന്ന് കാശ് എന്തൊക്കെ ചോദിക്കുമ്പോൾ അവരോട് ചോദിക്കേണ്ട ആവശ്യം കാര്യങ്ങളൊന്നും ഇല്ല. നമ്മളിങ്ങനെ ഇങ്ങനെ യൂട്യൂബിൽ നിന്നൊക്കെ കാശ് ഉണ്ടാക്കുകയൊക്കെ ആണെങ്കിൽ അല്ലേ അവർ ചോദിക്കാൻ തരാതിരിക്കും കാര്യങ്ങളൊന്നുമില്ല. എന്നാലും നമ്മളൊരു പരിധി വരെയൊക്കെയല്ലേ നമ്മൾ ചോദിക്കുള്ളൂ. അപ്പോൾ അതിനൊക്കെ ഒരു പരിഹാരം തന്നെയാണ് കേട്ടോ. അപ്പോൾ അത്രയേ ഉള്ളൂ. എന്നൊക്കെ എല്ലാ കൂട്ടുകാരോടും അസ്സലാമു അലൈക്കും. പിന്നെ ഒരു കാര്യം, നമ്മൾ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, തൊട്ടടുത്ത ബെല്ലൈക്കൺ കൂടെ അടിച്ച് ഓൾ എന്ന ഓപ്ഷനും കൂടെ ഒന്ന് ക്ലിക്ക് ചെയ്ത് വെക്കണം കേട്ടോ.